അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഈ സെമിനാറിൻ്റെ ഉദ്ഘാടകനും വികസന രേഖ ഏറ്റുവാങ്ങി നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്ത മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് സാർ, നമ്മുടെ വികസന രേഖ സമർപ്പണം നടത്തിയ മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം, നമ്മുടെ ഈ പരിപാടിയിൽ സംസാരിച്ച പ്രവീൺ കുമാർ, നമ്മുടെ അറിവിൽ വളരെ സവിസ്തരം പഠനം നടത്തി വിഷയങ്ങൾ അപഗ്രഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ നമ്മുടെ MP പ്രശാന്ത്, അവസാനമായി സംസാരിച്ച നമ്മുടെ സിറാജ് എഡിറ്റർ മുസ്തഫ എറാക്കൽ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഇനി ഇവിടെ ഒരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല. വിഷയങ്ങൾ സവിസ്തരം പഠിച്ച് അത് ഒരു രേഖയാക്കി മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രതിപക്ഷ നേതാവിനും, മുഖ്യമന്ത്രി ഏറ്റുവാങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു നമുക്ക് രണ്ടാക്കും കൂടിയാണ് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റുവാങ്ങി തന്നെ. അങ്ങനെ നമ്മളവിടെ സമർപ്പിച്ചു. ഇപ്പോൾ പൊതുസമൂഹം, പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങൾ ആലോചിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണരും ചിന്തകരുമായ ആളുകളുടെ മുന്നിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, എല്ലാ വിഭാഗം ജീവികൾക്കും, എല്ലാ സൃഷ്ടികൾക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നമ്മുടെ നാട് വികസിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ സെമിനാർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം 100 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 100 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഇന്നേ വരെ ആർക്കെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഒരു വർഗീയ ആരോപണമോ അല്ലെങ്കിൽ ഒരു ഛിദ്ര ശക്തിയുടെ പ്രവർത്തനത്തിൽ പങ്കുചേർന്നതായോ ആരും ഇന്നുവരെ ആരോപിച്ചിട്ടില്ല, ആരോപിക്കാൻ നിമിത്തമുണ്ടായിട്ടില്ല എന്നതാണ് കാരണം. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ സുൽത്താൻ ഉസ്താദ് അവറുകൾ ഇറങ്ങുമ്പോൾ, നേരത്തെ തോമസ് ഐസക് സാർ കയറുന്ന സമയത്തായിരുന്നു ചാനലുകാർ വളഞ്ഞതെങ്കിൽ ഉസ്താദ് ഇറങ്ങുന്ന സമയത്താണ് ചാനലുകാർ വന്ന് വളഞ്ഞത്. അവർ ഉസ്താദ് അവറുകളോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് കോട്ടക്കലിൽ വെച്ച് 14-ാം തീയതി ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെൻറ്റിനറിയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വിളംബരമുണ്ട്, അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും പറയും എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു. ഉസ്താദ് സ്ഥലം വിട്ടു. നമുക്ക് നമ്മുടെ സംഘടനകൾ, വിനീതനായ ഞാൻ അലി അബ്ദുള്ള സാഹിബ് കോഴിക്കോട് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിന് പുല്ലൂക്കരയിൽ പഠിക്കുന്ന സമയത്ത് SSFൻ്റെ ക്ലാസ്സിൽ വന്ന് പങ്കെടുത്തവനാണ് ഞാൻ. അങ്ങനെ ചെറിയ കുട്ടിക്കാലം മുതലേ നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് SSF, SYS, കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുടങ്ങി നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഏകദേശം 45ഓളം വർഷമായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്.
പ്രസംഗിക്കുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, എന്നെക്കാളപ്പുറം ഷെയ്ഖുന ഉസ്താദിനെ പോലെയുള്ളവർ അതിൻ്റെയും എത്രയോ മുന്നേ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നേ വരെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, നേരത്തെ ഇവിടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറൊക്കെ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സമുദായത്തിനോ വിഭാഗത്തിനോ ഒരു മോശമായ അഭിപ്രായം പറയാനുള്ള ഒരു വാചകമോ ഒരു പ്രസ്താവനയോ ഒരു പ്രവർത്തനമോ നമ്മുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് അഭിമാന അർഹമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വികസന രേഖ അത് സമൂഹം ചർച്ച ചെയ്യുകയും അത് നമ്മുടെ നാട്ടിന് ഉപകാരപ്രദമായ രൂപത്തിലായിത്തീരുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജപ്പാനിലെ ഒരു ചെരുപ്പ് കമ്പനിയിലെ തൊഴിലാളികൾ വേതനം വേണ്ടതുപോലെ ലഭിക്കാതിരുന്നപ്പോൾ സമരത്തിനിറങ്ങി. പക്ഷേ അവർ ചിന്തിച്ചു, അപ്പോൾ ചെരുപ്പ് നിർമ്മിക്കാതെ ഇരുന്നാൽ നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെട്ടു പോകും, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല, അത് നമ്മുടെ നാട്ടിന് അത് നഷ്ടമാണ്. അതുകൊണ്ട് അവർ തീരുമാനമെടുത്തത് ഒരു കാലിൻ്റെ ചെരുപ്പ് മാത്രം നാളെ മുതൽ നിർമ്മിക്കുക എന്ന്. അപ്പോൾ പിന്നെ കമ്പനിയുടെ ഉടമസ്ഥന്മാർക്ക് അവിടെ അവരുമായി ചർച്ച ചെയ്യാതെ നിർവാഹം ഉണ്ടാവില്ല. അതേസമയത്ത് ഒരു മിനിറ്റും നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം പ്രശ്നം തീർന്നതോടുകൂടി അടുത്ത കാലിൻ്റെ ചെരുപ്പും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ നഷ്ടമില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകളും വികസനത്തിന് തകരാറ് വരാത്ത രൂപത്തിലുള്ള സമരങ്ങളും വികസനത്തിന് കുഴപ്പം വരാത്ത രൂപത്തിലുള്ള ചിന്തകളും എല്ലാവരും ആർജിക്കുകയാണെങ്കിൽ നമുക്ക് വികസനരംഗത്ത് ഒരുപാട് മുന്നേറാൻ കഴിയുമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.